നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ഒരു നാൾ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് ഉടനെത്തും. ജനുവരി 2-3 ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. 2-ാം തീയതി, അതായത് നാളെ, തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും അദ്ദേഹം എത്തും. 3-ാം തീയതിയാണ് അദ്ദേഹം കേരളത്തിലെത്തുക. കേരളത്തിലെ തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനത്താണ് അദ്ദേഹം എത്തുന്നത്. 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിക്കും. വനിതാ സംവരണ ബിൽ പാസാക്കിയതിൽ അദ്ദേഹത്തെ അഭിനന്ദനം അറിയിക്കാൻ BJP സംസ്ഥാന ഘടകം പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ 19,850 കോടിയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. കൊച്ചി മംഗളൂരു വാതക പൈപ്പ് ലൈനിന്റെ കൃഷ്ണഗിരി മുതൽ കോയമ്പത്തൂർ വരെയുള്ള ഭാഗത്തിന്റെ വികസനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഉച്ച കഴിഞ്ഞ് 3:15 ലക്ഷദ്വീപിലെ അഗത്തിയിൽ എത്തുന്ന പ്രധാനമന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ടെലികമ്മ്യൂണിക്കേഷൻ, കുടിവെള്ളം, സൗരോർജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ 1,150 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. കൊച്ചിയെയും ലക്ഷദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഇന്റർനെറ്റിന്റെ വേഗത വർദ്ധിച്ച് ദ്വീപിലെ വാർത്താവിനിമയ സൗകര്യങ്ങളും ഡിജിറ്റൽ സാങ്കേതികതയിലും വൻ മാറ്റമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതേസമയം നടൻ സുരേഷ് ഗോപി ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്ന മണ്ഡലം കൂടിയായ തൃശ്ശൂരിലേക്കാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ എത്തുന്നതെന്നതും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വിജയസാധ്യത കൂടി പരിഗണിച്ച് BJP തൃശ്ശൂരിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. മാത്രമല്ല, ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം അത് തള്ളിക്കളയാനാകില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. മോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നും, എന്നാൽ അദ്ദേഹം എവിടെ മത്സരിക്കണമെന്ന കാര്യം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മത്സരിച്ചുകൂടെ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ K. സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം. നരേന്ദ്രമോദിക്ക് രാജ്യത്തെ എവിടെ മത്സരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ജനപിന്തുണയുണ്ട്. രാജ്യത്തെ ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാലും മോദിക്ക് ജയിച്ചു വരാനാകും. അതിന് കേരളം തിരഞ്ഞെടുക്കണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണം എന്നതടക്കമുള്ള പ്രതികരണമാണ് K. സുരേന്ദ്രൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3-ാം തീയതി എത്തുമ്പോൾ ആ പൊതുപരിപാടിയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ മത്സരിക്കും ആ ഒരു സംഭവത്തെ പറ്റി എന്തെങ്കിലും പരാമർശിക്കുമോ എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും വന്നുണ്ട്. മാത്രമല്ല, ആ ദിവസം മിനി പൂരം സംഘടിപ്പിക്കാനും അനുമതി തേടിയിരിക്കുകയാണ്. പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. തർക്കത്തെ തുടർന്നുള്ള പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് മിനി പൂരം സജ്ജമാക്കുന്നത്. 19 ആനകളെ അണിനിരത്തിയായിരിക്കും പൂരം. നിലവിൽ പൂരം തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുന്നു. ഈ തർക്കത്തിൽ കേന്ദ്ര സർക്കാർ തൃശ്ശൂർ പൂരത്തിനൊപ്പമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ മിനി പൂരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.